ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ 321ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലിഫ്റ്റിന്റെ മുകളിലുള്ള ആ ഫാൻ എടുക്കാൻ വേണ്ടി ആശയെ എടുത്തോണ്ടിരിക്കുന്ന അശോകിനെയാണ്. ആശ ഒന്ന് വേഗം ചെയ്യും. ആശയാണെങ്കിൽ തലയിലെ ഹെയർ പിൻ എടുത്തോണ്ട് ആ സ്ക്രൂ ലൂസാക്കി അത് ഊരാൻ നോക്കുകയാണ്. അപ്പൊ ആശ പറയാണ്, ഇത് നോക്ക അശോക്, നിങ്ങളെപ്പോഴും പറയാറില്ലേ സ്ത്രീകൾ അവരുടെ ബുദ്ധി ഉപയോഗിക്കാറില്ലെന്ന്. ഇത് കണ്ടോ, ഞാൻ എന്റെ ഹെയർ പിൻ ഉപയോഗിച്ചാണ് ഇതൊക്കെ തുറക്കാൻ നോക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്റ്റിൽ വിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. നീ എന്ത് വേണേ ഇത് കാട്ടിക്കുത്തിക്കോ, പക്ഷെ പ്രൊജക്റ്റിൽ വിൻ ചെയ്യുന്നത് അത് ഞാൻ തന്നെയായിരിക്കും. നീ ഒന്ന് വേഗം ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കും. അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ട് ആ ഫാൻ അവിടെ ഊരി മാറ്റാണ് ആശ. അശോക്, ഇത് നോക്ക്, ഞാൻ ഊരി കഴിഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും സമാധാനം ആവാണ്. പക്ഷെ അപ്പോഴാണ് അശോക് കുറച്ചേറെ ആശ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് കാലിലുള്ള ആ പിടി വിടുകയാണ്. ആശയാണെങ്കിൽ മുകളിലുള്ള ആ സ്ഥലത്ത് പിടിച്ചുകൊണ്ട് തൂങ്ങി നിൽക്കുകയാണ്. ആശ പറയും, അശോക് പ്ലീസ് ഇങ്ങനെ ചെയ്യല്ലേ, ഞാനിപ്പോ താഴെ വീഴും, ഞാൻ പിടിവിട്ടാ താഴെ വീഴും, എന്നെ ഒന്ന് ഇറക്ക അശോക് പ്ലീസ് അശോക് എന്ന് പറയാണ്. അശോക് ആണെങ്കിൽ അതും കണ്ട് അവിടെ നോക്കി നിന്നോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന് ഓക്കെ ആണെങ്കിൽ ഞാൻ താഴെ ഇറക്കാം. ഞാൻ എന്തുവേണമെങ്കിലും ചെയ്യാം അശോക്, എന്നെ ഒന്ന് ഇറക്കി തന്നാൽ മതി. ഈ ലിഫ്റ്റ് ഇവിടുന്ന് എപ്പോഴാണോ തുറന്നു കിട്ടുന്നത് അതുവരെ നീ മിണ്ടാതെ ഇരിക്കണം, പറ്റുമോ? ഉറപ്പായിട്ട് അശോക്, ഞാൻ ഇനി മിണ്ടുന്നേ ഇല്ല. പക്ക? അതെ അശോക്, ഞാൻ മിണ്ടില്ല, എന്നെ ഒന്ന് താഴേക്ക്, ഞാനിപ്പോ വീഴും. ആ എന്നാ ശരി എന്ന് പറഞ്ഞോണ്ട് അശോക് ആശയെ ഇറക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ്. നിരഞ്ജന അവർ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഒരുപാട് അശോകിനെ വിളിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ അശോക് എടുക്കുന്നില്ല. ഇവൻ എന്താ ഫോൺ എടുക്കാത്തത്? എന്ത് പറ്റിയോ ആവോ? ഇനി വാച്ച്മാൻ ഒന്ന് വിളിച്ചു നോക്കാം, ഓഫീസിലുണ്ടോന്ന് അറിയാലോ. അങ്ങനെ വാച്ച്മാനെ വിളിച്ചു നോക്കുകയാണ്. പക്ഷെ വാച്ച്മാൻ പറയാണ്, ഇവിടെ ആരും ഇല്ല ഓഫീസിൽ നിന്ന് പറയാണ്. അപ്പൊ നിരഞ്ജന ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ആരില്ലാന്നോ? എന്ത്, കേബിൾ ഓഫ് ആക്കിയെന്നോ? അപ്പൊ പിന്നെ അശോക് എവിടെ പോയി? അശോക് എവിടെ ആയാലും ആശയുടെ കൂടെ ആവരുതേ എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വാതിൽ തുറന്ന ഒരാൾ വരുന്നത്. നോക്കുമ്പോൾ സോജയാണ്. നിരഞ്ജനുള്ള പാദം കൊണ്ടാണ് സോജ വരുന്നത്. സോജയ്ക്കാണെങ്കിൽ ഭരതിന്റെ കാര്യം പറയണോ അതോ വേണ്ടേ എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ നോക്കുന്നത്. അപ്പൊ സോജ പറയും, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറയൂ. അതെന്താന്ന് വെച്ചാ ഭരതിന് വേറൊരു റിലേഷൻ ഉണ്ടെന്ന് പറയും. അപ്പൊ അച്ഛൻ ശരിക്കും ഞെട്ടാണ്. എന്നിട്ട് സോജ പറയും, അതെ അച്ഛാ, ഞാൻ പറഞ്ഞ സത്യമാണ്, ഭരതിന്റെ ഫോണിലെ ഫോട്ടോ ഞാൻ കണ്ടതാണെന്ന് പറയും. പക്ഷെ നിരഞ്ജൻ അത് വിശ്വസിക്കുന്നില്ല. നിരഞ്ജൻ പറയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, നിനക്കെന്തോ തെറ്റിദ്ധാരണ വന്നതാണ്. ഭരതിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ സോജ പറയും, ഇല്ല അച്ഛാ, ഞാൻ കണ്ടതാണ്, ഭരതിന്റെ ഫോണിലുള്ള ഫോട്ടോസ് ഞാൻ കണ്ടതാണ്. മാനസികമായിട്ട് ഭരത് റിലേഷനിലാണ് കുറെ നാളായിട്ട്. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ സോജയോട് ദേഷ്യപ്പെടുകയാണ്. എന്താ നീ പറയുന്നത്? ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്ക് സംശയം തോന്നുന്നത് അത്ര ശരിയായ ഭർത്താവിന്റെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടാൻ ഭർത്താവിനെ സംശയിക്കുന്നത് അത്ര നല്ല കാര്യമല്ല സോജ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞതല്ലേ, ഭരത് അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല, നിനക്ക് തോന്നിയതാവും. പിന്നെ അതല്ല, ഭരതിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മീഡിയ അല്ലേ. അപ്പോൾ അവിടെ കുറെ പിള്ളേർക്ക് സംസാരിക്കാനുണ്ടാവും, അത് കുറെ പെണ്ണുങ്ങളുണ്ടാവും, അവരുടെ കൂടെ ഫോട്ടോ എടുത്തുന്നൊക്കെ വരാം. ഒരു സ്ത്രീയുടെ കൂടെ ഫോട്ടോ എടുത്തെന്ന് വിചാരിച്ചാൽ അതല്ല റിലേഷനിലാണെന്നല്ലോ അതിനർത്ഥം. പക്ഷെ അച്ഛാ, ഞാൻ പറയുന്നത് സത്യമാണ്, മതി. ഇനി നീ കൂടുതലൊന്നും പറയണ്ട, നിനക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ലേ? നിനക്കിവിടെ എന്താണ് കുറവുള്ളത്? നിനക്കിവിടെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നില്ലേ? പിന്നെന്തിനാണ് നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ശരിയാണ് അച്ഛാ, എനിക്കിവിടെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ട്, പക്ഷെ എന്റെ ഭർത്താവിന്റെ സ്നേഹം മാത്രമേ എനിക്കില്ല.
അങ്ങനെയൊന്നും ഇല്ല സോജ, നീ കാര്യം മനസ്സിലാക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിനെ വെറുതെ സംശയിക്കുന്നത് നല്ലതല്ല. മതി, ഇനി പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഇനിമേലിൽ ഈ കാര്യം പറഞ്ഞ എൻ്റെ അടുത്ത് വരരുത്. അങ്ങനെ സോജ അവിടുന്ന് കരഞ്ഞോണ്ട് പോവാണ്. പിന്നെ നിരഞ്ജൻ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ്, ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഊതി വീർപ്പിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുവരെ ആരും എന്നോട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പരാതി പറഞ്ഞിട്ടില്ല. അതെല്ലാം കൈകാര്യം ചെയ്യാൻ അഞ്ജലി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാം താളം തെറ്റിയിരിക്കുന്നു. അശോകിനെ ആശയിൽ നിന്നും എത്രയും പെട്ടെന്ന് പിരിച്ചില്ലെങ്കിൽ എന്റെയും ഈ വീടിന്റെയും സ്ഥിതി വളരെ മോശത്തിലേക്കാവും പോകുന്നത്. അങ്ങനെ നേരം വെളുത്ത് രാവിലെ ആയി. ആദ്യം തന്നെ കാണിക്കുന്നത് അവരുടെ ഓഫീസാണ്. എല്ലാവരും ലിഫ്റ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റ് തുറക്കുമ്പോൾ കാണുന്നത് ആശ അശോകും അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഇടയിൽ കൂടെ നിരഞ്ജൻ വരുന്നത്. നിരഞ്ജൻ വരെ കാണുമ്പോൾ ദേഷ്യവും ഷോക്കും എല്ലാം കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് നിരഞ്ജൻ അശോക് എഴുന്നേൽക്കെന്ന് പറയാണ്. അപ്പോഴാണ് അശോക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. കൂടെ ആശ എഴുന്നേക്കുന്നുണ്ട്. അശോക് എഴുന്നേറ്റ് ഉടനെ തന്നെ സെക്യൂരിറ്റി അടുത്തേക്കാണ് ചെല്ലുന്നത്. എടോ, താൻ മെയിൻ സപ്ലൈ ഓഫാക്കിയല്ലേ, എന്തിനാ അങ്ങനെ ചെയ്തത്? ഇനി അഥവാ മെയിൻ സപ്ലൈ ഓഫാക്കിയാൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്തിരുവോ തനിക്ക്? ഐ എം സോറി സാർ, ഇനി മേലിങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അശോക് അച്ഛനെ നോക്കുകയാണ്. അച്ഛാ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ആശ അശോകും അവിടുന്ന് പോവുകയാണ്. ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചപ്പോൾ നീ ഇവിടെ ഒക്കെ ചെക്ക് ചെയ്തെന്നല്ല പറഞ്ഞത്. എൻ്റെ മകൻ ഇന്നലെ എത്രത്തോളം ബുദ്ധിമുട്ടിയെന്ന് അറിയുമോ? അയ്യോ സാർ, സോറി സാർ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. വേണ്ട, എൻ്റെ കണ്ണിൽ നിന്ന് പോ. ഇത് കൂടി വരികയാണല്ലോ. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് കാണിക്കുന്നത് ആശ ഫ്രഷായി ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നതാണ്. മോളെ, ഇതാ ടിഫിൻ കൊണ്ടുപോ. പിന്നെ ഇന്ന് രാത്രി നേരത്തെ വീട്ടിലെത്തണം കേട്ടോ, ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ലിഫ്റ്റിൽ കഴിഞ്ഞു കൂട്ടേണ്ടി വരും. സത്യം പറയാലോ മോളെ, ഞാൻ ഇന്നലെ ഒരുപാട് വിഷമിച്ചു പോയി. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, അശോകൻ്റെ കൂടെ ഇല്ലേ, അപ്പം എന്തിനാ അമ്മ വിഷമിക്കുന്നത്? എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോട്ടെ, ഇപ്പം തന്നെ ലേറ്റായി. ഹാവ് എ നൈസ് ഡേ. യു ഓൾസോ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് ആശ ഓഫീസിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് മാനസി വിഷമിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഭരത് വന്ന് മാനസിനെ വിളിക്കുന്നത്. മാനസി ഓടിപ്പോയി ഭരതിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കരയാണ്. എന്ത് പറ്റി മാനസി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? എന്താ കരയാതെ കാര്യം പറ. ഭരത് സോജ വീട്ടിൽ വന്ന് തന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. നിനക്ക് അറിയില്ല, അവൾ എനിക്ക് നേരെ കൈ ഉയർത്തി. എന്ത്? അവൾ അങ്ങനെ ചെയ്തോ? ഐ എം സോ സോറി മാനസി, സാരമില്ല. സോജ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ സോറി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ ഐ എം റിയലി സോറി മാനസി. എന്തായാലും സാരമില്ല, നീ അത് വിട്ടു കളഞ്ഞേക്ക്. അതെങ്ങനെ പറഞ്ഞാൽ വിട്ടു കളയുന്നത്? അവൾ എൻ്റെ മുഖത്തടിച്ചു. എനിക്ക് ആരുടെയും കുടുംബം തകർക്കണമെന്നില്ലായിരുന്നു. അവൾക്ക് എൻ്റെ മുഖം കാണുന്നത് പോലും വെറുപ്പാണ്. നിന്നെങ്ങനെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഭരത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. നാളെ ഞാൻ സിംഗപ്പൂരിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാ പ്രശ്നവും തീരും. എന്ത് നിനക്ക് പ്രാന്ത് പിടിച്ചോ മാനസി? നീ എങ്ങോട്ടും പോകുന്നില്ല. സിംഗപ്പൂരിലേക്ക് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മാനസി. അതുകൊണ്ട് നീ എവിടേക്കും പോകണ്ട. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. നീ എവിടെയും പോകണ്ട, എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. പിന്നീട് കാണിക്കുന്നത് ആശ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ ഞാൻ ഈ പ്രൊജക്റ്റ് ഫിനിഷ് ആക്കിയിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് അശോക് അങ്ങോട്ട് ഫോൺ ചെയ്ത് തരുന്നത്. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് അശോകിന്റെ ഫയൽ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ എടുക്കാനായിട്ട് അശോക് കൈയും കൊണ്ടുവരികയാണ്. പക്ഷെ അത് അറിയാതെ ആ കോഫി മഗ് താഴെ വീണ് ലാപ്ടോപ്പിൽ ആകെ കോഫി ആവുകയാണ്. ഇത് കാണുന്ന അശോക് ആണെങ്കിൽ ആകെ പേടിച്ച് വരണ്ട് പോവാണ്. കാരണം ഒന്നാമത് ആശയുടെ ലാപ്ടോപ്പാണ്. പിന്നെ അതിലിരിക്കുന്ന ഫയലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അശോകിനെ പച്ചയ്ക്ക് വീഴുന്നത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അശോക് ആകെ പേടിച്ച് കൈ കിട്ടുന്ന ടിഷ്യൂ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10,000 വട്ടെങ്കിലും ആശ നോക്കിയിട്ടാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കൃത്യസമയത്തിന് ആശ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ലാപ്ടോപ്പിൽ ആകെ കോഫി നാവങ്ങിയിരിക്കുന്നതാണ്. തൊട്ടടുത്താണെങ്കിൽ അശോക് ടിഷ്യൂ പേപ്പറും വെച്ച് അവിടെ തോർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടുവരുന്ന ആശയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് വിഷമിച്ച് അങ്ങോട്ട് വരികയാണ്. അശോക്, നിങ്ങൾ എന്താണ് എൻ്റെ ലാപ്ടോപ്പ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് മാറൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുള്ളത് ഓണാക്കി നോക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അത് ഓണാവുന്നില്ല. അപ്പം ആശ ആകെ ടെൻഷനായി. പിന്നെ ഓണാക്കി നോക്കുമ്പോൾ അത് ഓണാവും. സമാധാനമായി. ഇനി എൻ്റെ ഫയൽ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ അതിലാണെങ്കിൽ ഫയൽ കാണാനില്ല. എൻ്റെ ദൈവമേ, എത്ര കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഫയലാണത്. അത് ഒറ്റയടിക്ക് നശിപ്പിച്ച് കളഞ്ഞില്ലേ. നിങ്ങൾക്ക് ഏത് നേരത്താണ് കോഫി കൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നിങ്ങളുടെ ഒരൊറ്റ കോഫി കൊടുത്ത കാരണമായി ഇപ്പം എൻ്റെ മൊത്തം പ്രൊജക്റ്റ് പോയത് എന്നും പറഞ്ഞു അവിടെ കിടന്ന് അലറിക്കരയാണ് ആശ. ഇത് കണ്ട അശോക് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് 3-4 ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആശയാണെങ്കിൽ അതൊക്കെ വാങ്ങി തോത്തി അങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുക. ഇനി ഞാൻ എത്ര ദിവസമായിട്ട് ഞാൻ ഈ പ്രൊജക്ടിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണെന്ന് അറിയോ? അപ്പോഴാണ് അശോക് വീണ്ടും ഒരു ടിഷ്യൂ കൊടുക്കുന്നത്.
താങ്ക് യു. പക്ഷെ എൻ്റെ പ്രൊജക്റ്റ് ഞാനിനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഒറ്റ കോഫി കാരനായി ഇപ്പം എൻ്റെ പ്രൊജക്റ്റ് മൊത്തം പോയത്. എത്ര ദിവസം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രൊജക്റ്റ് എൻ്റെ എല്ലാ സകല പണിയും മാറ്റിച്ചുകൊണ്ട് ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടി കുത്തിയിരുന്നത്. എന്നിട്ട് അതെല്ലാം ഈ കോഫി കാരണം തീർന്നില്ലേ എന്ന് പറഞ്ഞാണ്ട് പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അശോക് പറയും, ആശ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ, കരച്ചിൽ നിർത്ത്. എങ്ങനെ ഞാൻ കരച്ചിൽ നിർത്തുക അശോക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ പ്രൊജക്റ്റിൽ ഒറ്റയടിക്ക് തീർന്നു പോയില്ലേ? ആശ മിണ്ടാതേക്ക്. നീ എനിക്ക് അറിഞ്ഞോണ്ടിരിക്കുന്ന കാരണം എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയില്ലേ? അതായത് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. എന്തായാലും എൻ്റെ കാരണം കൊണ്ടല്ലേ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാന്നാ പറഞ്ഞത്. വേണ്ട വേണ്ട, മതി മതി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. ഇപ്പം മനസ്സിലായില്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നിങ്ങളെ കടുവാൻ വിളിക്കുന്നത്, നിങ്ങളുടെ ഈ മുഴയുടെ സ്വഭാവം കാരണം. ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആശ. അപ്പോഴാണെങ്കിൽ അശോക് ഒരു ഫയൽ വെച്ച് മുഖം മറച്ചോണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞ് ആശ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആശയ്ക്ക് ഓർമ്മ വരുന്നത്, ഞാനെന്ത് പൊട്ടത്തിയാ, ഞാനിതെല്ലാം ഒരു ഫയലിൽ സേവ് ചെയ്ത് വെച്ചിരുന്നാണല്ലോ, അതെടുത്ത് നോക്കിയാൽ പോരെ. നോക്കുമ്പോൾ അത് അതേപോലെ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ പൊട്ടത്തി, വെറുതെ കണ്ണീരൊഴുക്കി. അശോകാണെങ്കിൽ ചോദിച്ചതാ ഹെൽപ്പ് ചെയ്യാനോന്ന്. അപ്പൊ എന്തിനാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്? എൻ്റെ അടുത്ത് ഫയലുണ്ട്, ഒരു പണി എടുക്കാന്നുള്ളവർക്ക്. ആശ അശോകിനോട് വീണ്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അത് ഒന്നുകൂടി ഉണ്ടാക്കാൻ വേണ്ടി അശോകിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അശോക്, എന്താ ഇത്? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇതിൽ ജയിക്കുമെന്ന്. പക്ഷേ ഇങ്ങനെ ചീറ്റിംഗ് ചെയ്തുകൊണ്ടല്ല പ്രസന്റേഷൻ ജയിക്കേണ്ടത്. നിങ്ങൾ എന്റെ പ്രൊജക്റ്റിൽ കോഫി വെച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളല്ല ജയിക്കുക. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ കോമ്പറ്റീഷനിൽ ഞാനാണ് ജയിക്കുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇതിപ്പോ കോമ്പറ്റീഷൻ അല്ലല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ. അപ്പൊ എന്നെ നിങ്ങൾ എന്നല്ലേ ജയിക്കാൻ പോകുന്നത്? നിങ്ങൾ കാരണം ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിൽ പിന്നെ ജയിക്കാന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങളുടെ തോൽവിയായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. മത്സരം എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരെങ്കിലും വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് മത്സരിക്കാനാണെങ്കിൽ പിന്നെ അത് എന്ത് മത്സരാ? അതുകൊണ്ട് നിങ്ങൾ ഇതിനെന്നെ സഹായിച്ചേ പറ്റൂ. ശരി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ അതിനോട് മര്യാദക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പഠിക്ക്. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നിന്നെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടേന്ന്. അപ്പൊ ആശ മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങൾക്കൊരിക്കലും ഈ പ്രൊജക്റ്റ് എനിക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റില്ല അശോക് എന്ന് പറയാന്. ഇതോടുകൂടി ഈ എപ്പിസോഡ് കഴിയാണ്. 321 എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ ഇങ്ങനെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഒരാഴ്ച 2-3 എപ്പിസോഡൊക്കെ ആവും നമ്മൾ ഇടാൻ പോകുന്നത്. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തുന്നില്ല. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.